2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു ചരിത്രം കുറിക്കപ്പെട്ടിരിക്കുകയാണ്. ഭരണ തുടർച്ചയുടെ മോഹങ്ങളുമായി ഇറങ്ങിയ ഇടതുപക്ഷത്തെ നിഷ്പ്രഭരാക്കി UDF നേടിയ ഈ ഉജ്ജ്വല വിജയത്തിന് പിന്നിൽ വലിയൊരു ചാലകശക്തിയായി പ്രവർത്തിച്ച ഒരു ബുദ്ധി കേന്ദ്രമുണ്ട്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. വെറും ഒരു രാഷ്ട്രീയ വിജയത്തിനപ്പുറം മുസ്ലിം ലീഗിനെയും UDF-നെയും ആധുനികമായ ആസൂത്രണങ്ങളിലൂടെ വിജയപാതയിലെത്തിച്ച തങ്ങൾ മാജിക്കാണ് ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ കേരളം കണ്ടത്. സാദിഖ് അലി തങ്ങളുടെ നേതൃപാടവം ആദ്യമായി പരീക്ഷിക്കപ്പെട്ടത് 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലായിരുന്നു. അന്ന് സമുദായത്തിനകത്തു നിന്നും പുറത്തുനിന്നും നിരവധി വിമർശനങ്ങളും കുപ്രചാരണങ്ങളും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. മുസ്ലിം ലീഗിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ വിള്ളലുണ്ടാക്കാൻ രാഷ്ട്രീയ എതിരാളികൾ നടത്തിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് തന്ത്രങ്ങളെ തങ്ങൾ നേരിട്ടത് തികഞ്ഞ പക്വതയോടെയായിരുന്നു. എന്നാൽ പ്രകോപനപരമായ മറുപടികൾക്ക് നിൽക്കാതെ സ്വതസിദ്ധമായ സൗമ്യഭാവത്തോടെയും പക്വതയോടെയും തങ്ങൾ ഈ വെല്ലുവിളികളെ നേരിട്ടു. മലപ്പുറം ജില്ലാ പ്രസിഡന്റായി 12 വർഷം പ്രവർത്തിച്ച പരിചയ സമ്പത്ത് ഉപയോഗിച്ച് സംഘടനയെ താഴെത്തട്ടിൽ ശക്തിപ്പെടുത്തി. സംഘടനയെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ ചലിപ്പിക്കാനാണ് തങ്ങൾ ശ്രദ്ധിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആ വലിയ വിജയം പാർട്ടിക്കുള്ളിലും മുന്നണിയിലും അദ്ദേഹത്തിന്റെ അനിഷേധ്യമായ സ്ഥാനം ഊട്ടിയുറപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നപ്പോൾ സാദിഖ് അലി തങ്ങൾ അവതരിപ്പിച്ചത് തികച്ചും ആധുനികമായ ഒരു മാസ്റ്റർ പ്ലാൻ ആയിരുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ അപൂർവമായി സ്ഥാനാർത്ഥി നിർണയത്തിന് മുന്നോടിയായി പ്രൊഫഷണൽ ഏജൻസികളെ ഉപയോഗിച്ച് ഓരോ മണ്ഡലത്തിലും പഠനം നടത്തി. സിറ്റിംഗ് MLA-മാരുടെ പ്രവർത്തനം, ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത, വോട്ട് നിലയിലെ മാറ്റങ്ങൾ എന്നിവ ശാസ്ത്രീയമായി വിശകലനം ചെയ്തു. കേവലം സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികൾ നിർണ്ണയിക്കുന്ന രീതി അദ്ദേഹം തിരുത്തി. PK കുഞ്ഞാലിക്കുട്ടി, KM ഷാജി തുടങ്ങിയ പ്രമുഖരുടെ മണ്ഡലങ്ങളിൽ മാറ്റം വരുത്താനും 5 സിറ്റിംഗ് MLA-മാരെ മാറ്റി നിർത്താനും തങ്ങൾ കാണിച്ച ആർജവം ശ്രദ്ധേയമായിരുന്നു. PMA സലാമിനെ പോലുള്ള മുതിർന്ന നേതാക്കൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിന്ന് സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് ഈ ആസൂത്രണത്തിന്റെ ഭാഗമായിരുന്നു. സിറ്റിംഗ് MLA-മാരുടെ പ്രവർത്തനം വിലയിരുത്തുകയും വിജയ സാധ്യതയ്ക്ക് മാത്രം മുൻഗണന നൽകുകയും ചെയ്തു. 5 സിറ്റിംഗ് MLA-മാരെ മാറ്റാനും പ്രമുഖ നേതാക്കളുടെ മണ്ഡലങ്ങളിൽ മാറ്റം വരുത്താനുമുള്ള ധീരമായ തീരുമാനം തങ്ങളുടേതായിരുന്നു. PK ഫിറോസ്, PK നവാസ്, ഫൈസൽ ബാബു, TP അഷറഫ് അലി തുടങ്ങിയ യുവനേതാക്കളെ കളത്തിലിറക്കിയതിലൂടെ പാർട്ടിയുടെ യുവത്വത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. PMA സലാമിനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ മത്സര രംഗത്ത് നിന്ന് മാറി നിന്ന് സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് തങ്ങളുടെ ആസൂത്രണത്തിന്റെ ഭാഗമായിരുന്നു. ഫാത്തിമ തഹലിയ, ജയന്തി രാജൻ എന്നിവരെ ഒരേ സമയം സ്ഥാനാർത്ഥികളാക്കിയതിലൂടെ മുസ്ലിം ലീഗ് ചരിത്രപരമായൊരു ചുവടുവയ്പ് നടത്തി. രാഷ്ട്രീയ കേരളത്തിന്റെയും പൊതുസമൂഹത്തിന്റെയും മൊത്തം പ്രശംസ പിടിച്ചുപറ്റിയ നീക്കമായിരുന്നു അത്. ലീഗിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും വിപുലമായ രീതിയിൽ 1-to-1 മീറ്റിംഗുകളും താഴെത്തട്ടിലുള്ള വിവരശേഖരണവും സ്ഥാനാർത്ഥി നിർണയത്തിനായി ഉപയോഗിക്കുന്നത്. മുതിർന്ന നേതാക്കൾക്കിടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാതെ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ തങ്ങൾ കാട്ടിയ സംയമനം UDF-ന്റെ കെട്ടുറപ്പിന് കരുത്തേക്ക്. പാരമ്പര്യമായി പിന്തുടർന്നു പോകുന്ന ശൈലികളിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തി വിജയിക്കാമെന്ന് അദ്ദേഹം തെളിയിച്ചു. UDF-ന്റെ അമരത്തും UDF-ലെ ഘടകകക്ഷികളെ ഏകോപിപ്പിക്കുന്നതിൽ സാദിഖ് അലി തങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തിയ ആത്മവിശ്വാസം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം UDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ഓടി നടന്നു അദ്ദേഹം. വിവിധ സാമൂഹിക വിഭാഗങ്ങളെ ഒന്നിപ്പിക്കുന്നതിലും മുന്നണിക്ക് അനുകൂലമായി ചേർത്ത് പിടിക്കുന്നതിലും തങ്ങളുടെ നേതൃപരമായ ശേഷിയും കരിഷ്മയും നിർണായകമായി. സൗമ്യമായ പെരുമാറ്റവും ഉറച്ച നിലപാടുകളും ആധുനികമായ കാഴ്ചപ്പാടും സമന്വയിപ്പിച്ച ഒരു നേതാവെന്ന നിലയിൽ അദ്ദേഹം UDF-നെ ഒരു വലിയ ഉയർത്തെഴുന്നേൽപ്പിലേക്ക് നയിച്ചിരിക്കുന്നു. വയനാട് പുനരധിവാസം ഉൾപ്പെടെയുള്ള ജനകീയ വിഷയങ്ങൾ ഊന്നിയുള്ള UDF ഭരണത്തിന്റെ ദിശ നിശ്ചയിക്കുന്നതിലും തങ്ങളുടെ ഈ മാസ്റ്റർ പ്ലാൻ ഇനിയും നിർണായകമാകും. പരസ്യവാചകങ്ങളിലില്ല, ജനഹൃദയങ്ങളിലാണ് UDF എന്ന് തങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. സാദിഖ് അലി തങ്ങൾ മുസ്ലിം ലീഗിനെ ഒരു ആധുനിക രാഷ്ട്രീയ പ്രസ്ഥാനമായി പരിവർത്തിപ്പിച്ചു. പാരമ്പര്യ മൂല്യങ്ങളെ കൈവിടാതെ തന്നെ സാങ്കേതിക വിദ്യയും യുവത്വത്തെയും രാഷ്ട്രീയത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം തയ്യാറാക്കിയ തന്ത്രങ്ങളാണ് UDF-നെ അധികാരത്തിൽ തിരിച്ചെത്തിച്ചത്. കേരളം ഒരു പുതിയ ഭരണയുഗത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ ശില്പിയായി ചരിത്രം സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പങ്കിനെ കൂടി രേഖപ്പെടുത്തും. അദ്ദേഹത്തിന്റെ ശാസ്ത്രീയവും പക്വവുമായ നേതൃത്വം കേരളത്തിന്റെ വരുംകാല രാഷ്ട്രീയത്തെയും സ്വാധീനിക്കുമെന്നതിൽ തർക്കമില്ല.